നമ്മളിലേക്ക് എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എന്നെ സഹായിക്കണം. എല്ലാരും എന്റെ മോന് വിലപ്പെട്ടതാണ്. എല്ലാരും ജീവൻ നിലനിർത്തും. എന്റെ പെണ്ണ് 11 വർഷം കാത്തു എന്റെ മോനും എല്ലാവരും സഹായിക്കണം. അസ്സലാമലൈക്കും. എൻ്റെ പേര് സുധീർ എന്നാണ്. ഞാനൊരു പ്രവാസിയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഞാൻ നാട്ടിൽ കയറി വരേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. 10-50 ലക്ഷം രൂപ വേണം. 10-11 വർഷം വരെ എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. 10-11 ലക്ഷം രൂപ മുടക്കാണ് എനിക്ക് മക്കളെ കിട്ടിയത്. ഇപ്പോൾ മക്കളെ കിട്ടിയപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ പടച്ച റബ്ബ് നമുക്ക് വെച്ചിരിക്കുകയാണ്. എല്ലാവരും മുമ്പ് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇരിക്കുകയാണ്. 10-50 ലക്ഷം രൂപ എന്തായാലും എന്നെ കൊണ്ട് പറ്റൂല. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ജി സ്റ്റീവൻ, അരുവിക്കര നിയോജക മണ്ഡലത്തിലെ MLA ആണ്. ഞാൻ പ്രദാനം ചെയ്യുന്ന അരുവിക്കര മണ്ഡലത്തിലെ പൂവച്ചൽ പഞ്ചായത്തിൽ ഉണ്ടപ്പാറ എന്ന സ്ഥലത്ത് സുധീർ റജീന ദമ്പതികളുടെ 1 വയസ്സായ മകനായ നിഹാൻ അൽഹിദ് എന്ന കുട്ടിക്ക് മാരകമായിട്ടുള്ള ഒരു രോഗം പിടിപെട്ടിരിക്കുകയാണ്. ഈ രോഗത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് തിരുവനന്തപുരം SIT ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ നിർധന കുടുംബത്തിനെ കൊണ്ട് ഇത്രയും ഭാരിച്ച ഒരു ബാധ്യത നിറവേറ്റാൻ വേണ്ടി കഴിയില്ല. ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ പങ്കാളിയാകണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു സങ്കടം കൊണ്ടാണ് കേട്ടോ. ഒരു കരയണ്ട കേട്ടോ, കരയണ്ടോ. പ്രിയപ്പെട്ടവരെ, വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പൊന്നോമന വളരെ വേദനയോടുകൂടി നമ്മുടെ മുമ്പിൽ കരയണം. എന്താണെന്നറിയോ? ആ പൊന്നു മോന് അടിയന്തരമായിട്ട് മജ്ജ മാറ്റി വെക്കണം. എന്റെ കൂടെ നിൽക്കുന്നത് പ്രവാസിയായ സുധീറാണ്. പ്രിയപ്പെട്ടവരെ, ഏകദേശം അദ്ദേഹം പ്രവാസിയായിട്ടിപ്പോ 10 മാസം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ അതിനിടയിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് ഏകദേശം 11 വർഷം കാത്തിരുന്ന് കിട്ടിയ ഒരു കൺമണി. ആ പൊന്നുമോനൊരു പനിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അറിയുന്നത് അടിയന്തരമായിട്ട് ആ കുരുന്നിന്റെ മജ്ജ മാറ്റി വെക്കണമെന്ന്. നിങ്ങൾ നോക്കണം, ഈ പ്രിയപ്പെട്ട പ്രവാസിയുടെ മുമ്പിൽ എന്താണ് എനിക്ക് പറയേണ്ടെന്ന് പോലും അറിയുന്നില്ല. കാരണം തന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് ഏകദേശം 10-15 ലക്ഷം രൂപയോളം ചികിത്സ നടത്തിയത് കിട്ടിയ ഒരു കൺമണിയാണ്. നോക്കണം നിങ്ങൾ, ആ പൊന്നു മോനാണ് റബ്ബിന്റെ ഒരു ചെറിയ പരീക്ഷണം ഉണ്ടായത്. കളിച്ചു ചിരിച്ച് നടക്കേണ്ട തന്റെ പ്രായത്തിന് വേദനകൾ മാത്രം തിന്ന് കഴിയേണ്ട ഒരു കുഞ്ഞു മാലാക. അടിയന്തരമായി ഡോക്ടർമാർ ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ 50 ലക്ഷം രൂപ സ്വരൂപിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പാവപ്പെട്ട പ്രവാസി ഒരു ഹൗസ് ഡ്രൈവറാണ്. നിങ്ങൾ നോക്കണം, വലിയ പ്രയാസങ്ങളിടയിലും തന്റെ കുടുംബത്തെ പൊന്നു പോലെ നോക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാ പ്രവാസികൾ. പക്ഷെ ഇതുപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായാല് പിന്നെ ഓരോ പ്രവാസികൾ തകർന്നു പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ നിഹാൻ അൽഹിദ് എന്ന് പറയുന്ന പൊന്നുമകൻ, ഞാൻ താമസിക്കുന്നത് കൊണ്ണിയൂരാണ്. അതിന് തൊട്ടടുത്തുള്ള ഒരു ഭവനത്തിൽ താമസിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്കാണ് അടിയന്തരമായി 50 ലക്ഷം രൂപ വേണ്ടി വരുന്ന മജ്ജ മാറ്റൽ ശസ്ത്രക്രിയ നടത്തേണ്ടത്. ഈ 50 ലക്ഷം രൂപ സമാഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ശ്രമകരമായ ജോലിയാണ്. ഈ കുട്ടിക്ക് വേണ്ടി ആശ്വാസത്തിന് വേണ്ടി കൈകോർക്കാൻ നാം ഏവരും തയ്യാറാകണം. അതിന് നാം എല്ലാം മുൻപന്തിയിലുണ്ടാകണം. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത പ്രസ്ഥാനവും അതിന്റെ പോഷക ഘടകങ്ങളും അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിന്റെ പാതയിലായിരിക്കും എന്ന് അൽഹംദുലില്ലാഹ് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കൊണ്ണിയൂർ ഇടവകയിലെ അച്ഛനാണ്. എന്റെ ദൈവാലയത്തിന്റെ സമീപ ദേശത്തുള്ള ഉണ്ടപ്പാറ വാർഡിൽ റജീനയുടെയും സുധീറിന്റെയും മകനാണ് നിഹാൻ അൽഹിദ്. ഈ വലിയ ഒരു സംരംഭത്തിൽ എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയും അപേക്ഷിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ ഒരു കാര്യം പോലെ കണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുത്ത് ആയുസ്സും ആരോഗ്യവും ലഭ്യമാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലുള്ള മുഹമ്മദ് നിഹാൻ അൽഹിദ് എന്ന പിഞ്ചോമന മകൻ, ആ കുട്ടിയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നല്ലൊരു സംഖ്യ 50 ലക്ഷത്തോളം വരുന്ന സംഖ്യ സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മെസ്സേജ് പാസ് ചെയ്യുകയും അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും ഇൻഷാ അല്ലാഹ് ഞാനും എന്റെ പ്രസ്ഥാനവും തയ്യാറാണ്. എന്റെ പേര് ഹാഷിം എന്നാണ്. എന്റെ വാർഡിലാണ് നമ്മുടെ നിഹാൻ അൽഹിദ് എന്ന 1 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു വലിയൊരു സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് എടുക്കുന്നൊരു വീഡിയോയാണ് ഇത്. ഞങ്ങളുടെ വാർഡ് മാത്രം വിചാരിച്ചാൽ ഈ വലിയൊരു തുക 50 ലക്ഷം രൂപ എന്ന വലിയ തുക കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മുഴുവൻ 24 വാർഡ് മെമ്പർമാരടക്കം നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ പോലും ഈ സാമ്പത്തികം കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ കൊച്ചിന് വേണ്ടിയിട്ട് സഹായിക്കണം. പൂച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. വളരെയധികം ദുഃഖം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണിത്. ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി കൈകോർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ പൂച്ചൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. ഷൈനി എന്നാണ് എന്റെ പേര്. ഇതിനായി എല്ലാ നാട്ടുകാരും, ഇത് കാണുന്ന എല്ലാവരും സഹായിക്കുകയും ഷെയർ ചെയ്ത് സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഫൈസ് പൂച്ചലാണ്. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. നമ്മുടെ നാടൊന്നായി നിഹാൻ അൽഹിദിന് വേണ്ടി മജ്ജമാറ്റിക ശസ്ത്രക്രിയയ്ക്ക് നാടൊന്നായി ചേരുകയാണ്. നിങ്ങളുടെ സഹായവും ഞങ്ങൾക്കുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുക. നിഹാൻ അൽഹിദിന് 1 വയസ്സ് മാത്രം പ്രായമുള്ള ഓമന കുഞ്ഞാണ്. വീഡിയോ കാണുന്ന എല്ലാ നല്ല മനസ്സിന്റെ ഉടമകളും പൂർണ്ണമായി സഹകരിച്ച് സഹായിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിഹാൽ എന്ന് പറയുന്ന 1.5 വയസ്സുള്ള ഈ പൊന്നോമന മോന് വേണ്ടി സഹായം ചെയ്തുകൊണ്ട് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഞാൻ പൂച്ചൽ വ്യാപാരി വ്യവസായ പ്രസിഡന്റാണ്. എൻ്റെ പേര് നസീർ എന്നാണ്. ഈ പൊന്നോമന പുത്രന് വേണ്ടി നമ്മൾ എല്ലാവരും ഒന്നായിട്ട് കൂട്ടായിട്ട് നിന്ന് നമ്മളെല്ലാവരും പരിശ്രമിക്കണം. എല്ലാ വ്യാപാരികളും ഒരാൾ 200 രൂപ വെച്ച് ചെയ്താലും നമുക്ക് വലിയൊരു എമൗണ്ട് ആയിട്ട് 50 ലക്ഷം രൂപയോളം വേണ്ടി വരും. ഞാൻ ഈ കമ്മിറ്റിയുടെ ചെയർമാനാണ്. നമ്മുടെ നിഹാൻ മോന്റെ ആവശ്യത്തിനായി ഇതൊരു കാരുണ്യ പ്രവർത്തനമാണ്. നിങ്ങളും ഇതിനോടൊപ്പം സഹകരിക്കും.